PSC ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അശ്വനി. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം ഈ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ എല്ലാം ഏതൊരു പരീക്ഷ നോക്കിയാലും അതിലൊരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം എന്താ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം ഉണ്ടായിട്ടുള്ളതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കാൻ ഉദ്ദേശിച്ച രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഈ രണ്ടെണ്ണമാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്താ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാണ് എന്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ഒരു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 324 പറയുന്നത്. അത് മാത്രമല്ല ഭാഗം 15 ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, ഭാഗം 15 അനുച്ഛേദം 324 മുതൽ 329 വരെ. ഈ 324 മുതൽ 329 വരെ പറയുന്നത് വെച്ചാൽ എലക്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എലക്ഷനെ പറ്റിയാണ് 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. ഭാഗം 15 അനുച്ഛേദം 324 ആണ് സ്പെസിഫിക് ആയിട്ടും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ പറ്റി പറയുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324. ഇനിയും 1950 ജനുവരി 25 നമുക്ക് എന്ത് രൂപീകൃതമായത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാ? 1950 ജനുവരി 25. ഈ ജനുവരി 25 ഒരു പ്രത്യേകതയുണ്ട്. നാഷണൽ വോട്ടേഴ്സ് ഡേയും ഈ ജനുവരി 25. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 1950 ജനുവരി 25 നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആ ജനുവരി 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ സമ്മതിദായക ദിനം എന്ന് അറിയപ്പെടുന്നു. ഇനി ഇതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നിർവാചൻ സദൻ ന്യൂഡൽഹിയിലാണ് നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇനിയും ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകൃതമായത്? നമ്മുടെ പാർലമെന്റിന്റെയും അതുപോലെ സംസ്ഥാന നിയമസഭയുടെയും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലകൊള്ളുന്നത്. അപ്പം ആരുടെയൊക്കെയാണെന്ന് ഓർത്ത് വെക്കണേ. ഒന്ന് പാർലമെന്റ്, രണ്ട് സംസ്ഥാന നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്കുള്ളത് പ്രസിഡന്റ്, രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. ഈ 4 ആൾക്കാരുടെ ഇലക്ഷന് വേണ്ടിയിട്ടാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻസ് നടത്തുന്നത്. അത് ഓർത്ത് വെക്കണേ. നമുക്ക് പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം പഞ്ചായത്തിൻ്റെയൊക്കെ തന്നിട്ട് അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നതെന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. പാർലമെന്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഇലക്ഷൻസ് ആണ് ആര് നടത്തുന്നത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഓക്കെ, ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ബഹു അംഗ ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അതിനർത്ഥം എന്താ? അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ഈ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ 1950 നമ്മുടെ 1950 ജനുവരി 25 എന്ത് രൂപീകൃതമായത്? നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് അല്ലേ? ഈ 1950 മുതൽ 1989 വരെ നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു
ഏക അംഗ കമ്മീഷനായിരുന്നു. അത് ഓർത്ത് വയ്ക്കുക. ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു. എന്താണ്? ഒരു സിംഗിൾ മെമ്പർ ബോഡി. എന്താ ഈ സിംഗിൾ മെമ്പർ ബോഡി എന്ന് പറഞ്ഞാൽ? ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. എന്തിൽ? നമ്മുടെ ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 1950 മുതൽ 89 വരെ. 89 ഒരു എലക്ഷൻ ഉണ്ട്. ആ 89 എലക്ഷന് തൊട്ട് മുന്നേ ആയിട്ട് അത് എന്താക്കി മാറ്റുന്നുണ്ട്? ഒരു ബഹു അംഗ അല്ലെങ്കിൽ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി അതിനായിട്ട് ഉൾപ്പെടുത്തി അതൊരു ബഹു അംഗ കമ്മീഷനാക്കി മാറ്റുന്നുണ്ട്. ഈ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 1988 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് നടക്കുന്നുണ്ട്. എന്താ? നമ്മുടെ 61ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ 61ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1988 വരുന്നുണ്ട്. അന്നേരം എന്താ ചെയ്തേ? നമ്മുടെ വോട്ടിംഗ് പ്രായം, വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച സമയമാണ് ഈ 1988 61ാം ഭരണഘടനാ ഭേദഗതി വഴി ചെയ്തത്. അന്നേരം നമുക്ക് ഓർക്കാം എന്തോരം ആൾക്കാർ പിന്നെ എന്ത് ചെയ്യാം, വോട്ടവകാശം അവർക്ക് കിട്ടുകയാണ്. എന്നാൽ അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് പറ്റണം. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ബോർഡിനെ ഒരു സിംഗിൾ മെമ്പർ ബോഡിയിൽ നിന്ന് എന്താക്കി മാറ്റണം? ഒരു കുറച്ചും കൂടി മെമ്പേഴ്സ് ഉള്ളൊരു ബോഡിയാക്കി മാറ്റണമായിരുന്നു. അങ്ങനെ 1989 ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു സിംഗിൾ മെമ്പർ ബോഡി എന്തായി മാറി? മൾട്ടി മെമ്പർ ബോഡിയായി മാറി. പക്ഷേ അതിനുശേഷം ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ഉടനെ തന്നെ അത് വീണ്ടും എന്താക്കി മാറ്റി? ഒരു സിംഗിൾ മെമ്പർ ബോഡിയാക്കി മാറ്റി. അങ്ങനെ 89 തന്നെ അത് വീണ്ടും മാറ്റുന്നു. 89 മുതൽ 1993 വരെ അത് വീണ്ടും എന്താ? ഒരു സിംഗിൾ മെമ്പർ ബോഡി തന്നെയാണ്. അപ്പോൾ 1989 സിംഗിൾ മെമ്പർ ബോഡി എന്നുള്ളത് അതൊരു മൾട്ടി മെമ്പർ ബോഡി അല്ലെങ്കിൽ ഒരുപാട് അംഗങ്ങളുള്ള ഒരു ബോഡിയാക്കി മാറ്റി. അത് ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് വീണ്ടും അത് എന്താക്കി മാറ്റി? ഒരു സിംഗിൾ ബോഡി തന്നെ ആക്കി മാറ്റി. അത് കഴിഞ്ഞ് 1993 ഇത് വീണ്ടും എന്താക്കി മാറ്റുന്നത്? ഒരു മൾട്ടി മെമ്പർ ബോഡിയാക്കി മാറ്റുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇപ്പം നിലവിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അല്ലെങ്കിൽ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണേഴ്സും ആണ് എവിടെയുള്ളത്? ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കാലാകാലങ്ങളിൽ രാഷ്ട്രപതി നിശ്ചയിക്കുന്ന അംഗസംഖ്യയിൽ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇപ്പം നിലവിൽ 2 പേരല്ലേ, പക്ഷെ ഇത് ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആണ് എത്ര അംഗങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം നിലവിൽ 2 ആൾക്കാരാണ്. പക്ഷേ പ്രസിഡന്റ് എന്ത് ചെയ്യാം? അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ പ്രസിഡന്റ് തീരുമാനിക്കുന്നത് എത്ര അംഗങ്ങൾ വേണമെന്ന് പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. എന്താ? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കാലാകാലങ്ങളിൽ പ്രസിഡന്റ് നിശ്ചയിക്കുന്ന അംഗത്തിൽ എന്തായിരിക്കണം? കമ്മീഷണേഴ്സും എവിടെ ഉണ്ടായിരിക്കണം? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വേണമെന്ന് പറയപ്പെടുന്നുണ്ട്. നിലവിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ 2 ഇലക്ഷൻ കമ്മീഷണർമാരാണ് ഉള്ളത്. പിന്നെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ അല്ലെങ്കിൽ ഇവരെ നിയമിക്കുന്ന ആരാ? അതും രാഷ്ട്രപതിയാ. പ്രസിഡന്റ് തന്നെയാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റീസെൻ്റ് ആയിട്ട് ഒരു ഫെബ്രുവരി 19 വൈകുന്നേരം രാത്രിയിൽ പുള്ളിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോൺഫ്ലിക്റ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ചർച്ചയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ എന്ത് ചെയ്യുക അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ
ഞാൻ പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയറും കൂടിയുണ്ട്. പ്രസിഡന്റിനോട് എന്ത് ചെയ്യുക, പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ലോ വഴി അല്ലെങ്കിൽ ഒരു ആക്ട് വഴിയാണ് പ്രസിഡന്റ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ എന്ത് ചെയ്യേണ്ടത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാഷ്ട്രപതി നിയമിക്കുന്നതിന് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ ഇങ്ങനെയാണ് പറയുന്നത്. രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിലായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്, പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിന്റെ ബേസിസിലായിരിക്കും ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 1991 പാർലമെന്റ് ഇലക്ഷൻ കമ്മീഷൻ ആക്ട്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട് ഓഫ് 1991 അതുവഴിയായിരുന്നു 1991 ആ ബില്ല് പാസ്സാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ആ ലോ കൊണ്ടുവന്നിട്ടായിരുന്നു ഈ വഴിയായിരുന്നു നമ്മൾ 2023 വരെ ആരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2023 പാർലമെന്റ് എന്ത് കൊണ്ടുവന്നു, വേറൊരു ആക്ട് കൊണ്ടുവന്നു. അതിന് ബാക്ക് ഹിസ്റ്ററി കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റിലും നമുക്ക് എന്ത് വേണം, ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി ഒക്കെ വേണം. അന്നേരം ഇതിൽ നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടീവിൻ്റെ ഭയങ്കരമായിട്ടുള്ള റോൾ അതിലുണ്ട്. അപ്പോൾ അതിന് ഇതായിട്ട് അല്ലെങ്കിൽ അതിന് ഒപ്പോസിഷനായിട്ട് 2015 സുപ്രീം കോടതിയിൽ ഒരു കേസ് പോകുന്നുണ്ട്, പബ്ലിക് ലിറ്റിഗേഷൻ വഴിയിട്ട് ഒരു കേസ് പോകുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്തു, 2018 ആയപ്പോഴത്തേക്ക് കോടതി ഒരു ഭരണഘടനാ ബെഞ്ചിനെ എന്ത് ചെയ്തു, കൊണ്ടുവന്നിട്ട് അതിനൊരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2023 ഒരു സുപ്രധാനമായിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു, അനൂപ് വരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ ഒരു കേസിൽ അനൂപ് വരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, എന്താ പറഞ്ഞേ, അപ്പോയിന്റ് ചെയ്യുന്ന അനൂപ് വരൻവാൾ കേസിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി വേണം, ഒരു 2023 അനൂപ് വരൻവാൾ കേസിൽ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു സെലക്ഷൻ കമ്മിറ്റീനെ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ് ചെയ്യണം, ഒരു സെലക്ഷൻ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യണം. ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്, പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കണം, ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ കേസ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇല്ല, നമുക്കറിയാം പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭയിൽ 10% വോട്ട് കിട്ടിയ ആൾ മാത്രമേ എന്താവുള്ളൂ, ആ ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമേ എന്താവുള്ളൂ, പ്രതിപക്ഷ നേതാവുള്ളൂ. അങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ആയിരിക്കണം എന്തായിരിക്കണ്ടേ, ഈ ഒരു ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കണം, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കണം. ആരൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം, ഇത് ആരൊക്കെ ഉള്ളതെന്ന്, പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അല്ല, ഇവർ 3 പേരും അടങ്ങിയിരിക്കുന്ന ഒരു സമിതിനെ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യുക. ആ സമിതി നിർദ്ദേശിക്കുന്ന ആളെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാൻ. അങ്ങനെയാണ് ആര് പറഞ്ഞത്, അനൂപ് വരൻവാൾ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ ഇതായിട്ട് നമ്മുടെ പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2023 the Chief Election Commissioner and other election commissioners appointment condition of service and term of office act of 2023 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ആര് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ പാർലമെന്റ് കൊണ്ടുവരുന്നുണ്ട്. സുപ്രീം കോടതി ആ തീരുമാനം എടുത്തതിന് ശേഷം നമ്മുടെ പാർലമെന്റ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ആക്ടിൽ എന്താ പറയുന്നത്, ആദ്യമേ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടായിരിക്കണം, ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡായിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ സെർച്ച് കമ്മിറ്റി കുറച്ച് ആൾക്കാരുടെ പേര് അല്ലെങ്കിൽ അവരുടെ കുറച്ച് ആൾക്കാരുടെ നെയിം സജസ്റ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും, ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കും. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും. പ്രൈം മിനിസ്റ്ററെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു
ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും. പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും. ആര് നോമിനേറ്റ് ചെയ്യുന്ന? പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അതുപോലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരിക്കും. ഈ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്ന ആളിനെ പ്രസിഡന്റിന് നൽകും. പ്രസിഡന്റ് അയാളെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് ഏത് ആക്ടിൽ പറഞ്ഞ, പാർലമെന്റ് പാസ്സാക്കിയ ആക്ടിൽ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 19 നമ്മുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷനായ ജ്ഞാനേഷ് കുമാറിനെ എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു. ഒപ്പോസിഷന് നല്ല എതിർപ്പുണ്ടായിട്ട് കൂടിയും അല്ലെങ്കിൽ ഒപ്പോസിഷൻ അത് പറഞ്ഞിട്ട് കൂടി എന്ത് ചെയ്തു? നമ്മൾ പുതിയൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഈ ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണേ. ഇതാണ് നമ്മുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അതുപോലെ നമുക്ക് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ ഡോക്ടർ വിവേക് ജോഷിയും. ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ ഇതുവരെ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 ജനുവരി 25 രൂപീകൃതമായത്. അത് ആരുടെയൊക്കെ ഇലക്ഷൻസ് നടത്തുന്നത്? പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷൻസാണ് നടത്തുന്നത്. അതുപോലെ തന്നെ 1989 വരെ അതൊരു സിംഗിൾ മെമ്പർ ബോഡി അല്ലെങ്കിൽ ഒരു ഏക അംഗ കമ്മീഷനായിരുന്നു. അതിനുശേഷം അത് എന്താക്കി മാറ്റി? ഒരു ബഹു അംഗ കമ്മീഷനാക്കി മാറ്റി. പിന്നീട് ആ ഇലക്ഷന് തൊട്ട് 89 ഇലക്ഷന് ശേഷം വീണ്ടും അതൊരു ഏക അംഗ കമ്മീഷനാക്കി മാറ്റി. 93 ശേഷം അത് വീണ്ടും എന്താക്കി മാറ്റി? ഒരു ബഹു അംഗ കമ്മീഷനായി. നിലവിൽ അതെന്താണ്? ഒരു ബഹു അംഗ കമ്മീഷനാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അല്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങിയിരിക്കുന്ന ഒരു കമ്മീഷനാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഇവരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെ വഴിയാണ്? 2023 ഒരു ആക്ട് ഉണ്ട്, ആ ആക്ട് വഴിയാണ്. അതിലൊരു സെർച്ച് കമ്മിറ്റി ഉണ്ട്. സെർച്ച് കമ്മിറ്റിയുടെ ഹെഡ് ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ആ സെർച്ച് കമ്മിറ്റി കുറച്ച് ആൾക്കാരുടെ പേര് സജസ്റ്റ് ചെയ്ത് ആർക്ക് കൊടുക്കും? ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കും. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്, അതുപോലെ പ്രൈം മിനിസ്റ്ററെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് ലീഡറും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ക്യാബിനറ്റ് മെമ്പറും ഉണ്ടായിരിക്കും, ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ടായിരിക്കും. അതിനുശേഷം അവർ തിരഞ്ഞെടുക്കുന്ന പേര് ആർക്ക് സജസ്റ്റ് ചെയ്യും? പ്രസിഡന്റിനെ സജസ്റ്റ് ചെയ്യും. പ്രസിഡന്റ് അയാളെ ആരായിട്ട് അപ്പോയിന്റ് ചെയ്യും? ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യും. അത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞു ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ 2 ആൾക്കാരുണ്ട്, അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷണേഴ്സും ഉണ്ട്. അപ്പോൾ ഈ 2 ആൾക്കാർക്കും എന്താ? തുല്യ അധികാരമാണ് എവിടെയുള്ളത്? ഇലക്ഷൻ കമ്മീഷനിലുള്ളത്. ഇവർക്ക് 2 പേരുടെയും വോട്ടിന് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്ത് മാത്രം ആരുടെ നോക്കും? ആ ഒരു കമ്മീഷനിൽ മെജോറിറ്റിയുടെ വോട്ട് നോക്കും. ആരാണ് അല്ലെങ്കിൽ 3 പേരുണ്ടല്ലോ, അവരിൽ 2 ആൾക്കാർ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ആ തീരുമാനത്തിൽ പോകും. അപ്പോൾ അധികാരം 2 ആൾക്കാർക്കും തുല്യമാണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ 3 ആൾക്കാർക്കും തുല്യ ശമ്പളവും അലവൻസും ആണ്. ഇവരുടെ ശമ്പളം ഒരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ സാലറിക്ക് തുല്യമായിരിക്കും. അത് ഓർത്തേക്ക്. സുപ്രീം കോടതി ജഡ്ജിൻ്റെ സാലറിക്ക് തുല്യമായിരിക്കും. ഇവർക്ക് 3 പേർക്കും ഒരേ സാലറി തന്നെയാണ്, അധികാരങ്ങളും സെയിമാണ്. ഇത് കഴിഞ്ഞ തവണത്തെ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അധികാരങ്ങൾ 2 പേർക്കും വ്യത്യസ്തമാണെന്നായിരുന്നു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അധികാരം സെയിമാണ്, ഇവരുടെ സാലറിയും അതുപോലെ ബാക്കി അലവൻസുകളും എല്ലാം തുല്യമാണ്. സാലറി ആർക്ക് തുല്യമാണ്? സുപ്രീം കോടതി ജഡ്ജിന് തുല്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമ്മൾ പറഞ്ഞു അപ്പോയിൻമെന്റ് പറഞ്ഞു, അതിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ആരാണ് നിയമിക്കുന്നതെന്ന് പറഞ്ഞു. ഇനിയും അവരുടെ കാലാവധിയാണ് പറയുന്നത്. എത്ര വർഷമാണ് അവരുടെ കാലാവധി? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുകളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എവിടെ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല. ഓക്കെ, ഭരണഘടനയിൽ പറയുന്നുണ്ടോ? ഇല്ല. ഭരണഘടനയിൽ ആകെ ഇതുവരെ പറഞ്ഞത്? ഒരു ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയാണ് ആരെ അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടതെന്നാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മറ്റേ പ്രൊസീജിയർ ഒന്നും ഭരണഘടനയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ ടെന്യൂർ എവിടെ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല. അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്തായാലും ഭരണഘടനയിൽ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. ഇനിയും ഇവർക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ടോ?
ഇല്ല. ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതേ സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെന്റിന്റെ വേറെ സർവീസുകളിലൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം, സ്ഥാനത്തിൽ ഇരിക്കാം. പക്ഷേ ഒരു ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഒരു തവണ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നീട് ആ സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി ആകെ 6 വർഷത്തിൽ കൂടാൻ പാടില്ല. എന്താ പറയുന്നത്, ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മുടെ ഒരു ഇലക്ഷൻ കമ്മീഷണറെ 2 വർഷം അയാൾ ആ സ്ഥാനത്തിരുന്ന് വെച്ചോ, അയാൾക്ക് പിന്നീട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവാം. എന്താ പറയണേ കണ്ടീഷൻ, ബാക്കി 4 വർഷം മാത്രമേ അയാൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. മൊത്തം അവർ ആ ഇലക്ഷൻ കമ്മീഷണറായിട്ടും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടും മുഴുവൻ 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഓർത്ത് വെക്കണേ. ഇനി നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവരുടെ വേതനം എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വേതനത്തിന് തുല്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പഠിച്ചു, അപ്പോയിൻമെന്റ് പഠിച്ചു, അതുപോലെ തന്നെ അവരുടെ ടെന്യൂർ കാലാവധി പഠിച്ചു, അതുപോലെ അപ്പോയിന്റ് ചെയ്യുന്നത് പഠിച്ചു, അവരുടെ ടെന്യൂർ പഠിച്ചു, പിന്നെ അതുപോലെ അവരുടെ വേതനം പഠിച്ചു. പിന്നെ ഇവര് റെസിഗ്നേഷൻ കൊടുക്കുന്നത് ആർക്കാ, പ്രസിഡന്റിനാണ്. അപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്, റെസിഗ്നേഷൻ കൊടുക്കുന്ന പ്രസിഡന്റ് ആണ്, ഇവരെ റിമൂവ് ചെയ്യുന്നതും ആരാണ്, പ്രസിഡന്റ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്, റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്, ഇവർ റെസിഗ്നേഷൻ കൊടുക്കേണ്ടതും ആർക്കാ, പ്രസിഡന്റിനാണ്. അപ്പോൾ റെസിഗ്നേഷനും റിമൂവലും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. റെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വതമേ കൊടുക്കുകയാണ്, ഈ സ്ഥാനത്ത് എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തുടരാൻ ഇതില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് റെസിഗ്നേഷനും, അല്ലെങ്കിൽ ആ സ്ഥാനത്തുനിന്ന് നമ്മളെ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് റിമൂവലും ആണ്. അപ്പോൾ അവർ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാ, പ്രസിഡന്റിനാണ്. പക്ഷേ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മുടെ ഒരു സുപ്രീം കോടതിന് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിലൂടെയാണ് ആരെ റിമൂവ് ചെയ്യുന്നത്, നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതാണ്. ഈ സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് ഒരു ആക്ട് വഴിയാണ്, ജഡ്ജസ് എൻക്വയറി ആക്ട് എന്ന് പറയും. സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് ജഡ്ജസ് എൻക്വയറി ആക്ടിൽ ജഡ്ജസ് എൻക്വയറി ആക്ട്, ഈ ആക്ടിലാണ് ഈ റിമൂവലിന് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ആരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. പക്ഷേ ഈ ഒരു ജഡ്ജസ് എൻക്വയറി ആക്ടിൽ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിലൂടെയാണ് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിൽ 2 സഭകൾ ഏതെങ്കിലും ഒരു സഭയിൽ എന്ത് ചെയ്യുക, ആദ്യം ബില്ല് പാസ്സാക്കുക, മുന്നോട്ട് വെക്കുക, അവർ രണ്ടുപേരും അംഗീകരിച്ച മെജോറിറ്റിയിൽ അത് പാസ്സാക്കി അത് പ്രസിഡന്റിന് കൊടുത്ത് പ്രസിഡന്റ് തീർപ്പാക്കിയാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ 2 ആൾക്കാരും കൂടി ഉണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഇവരെ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് നേരിട്ട് തന്നെ റിമൂവ് ചെയ്യാം. ആരുടെ അനുവാദം കൂടി വേണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെയും കൂടി ചർച്ച ചെയ്തിട്ട് മാത്രമേ പ്രസിഡന്റിന് ആരെ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് പഠിച്ചു, അവരുടെ ടെന്യൂർ എത്രയാണെന്ന് പഠിച്ചു, അവർ റെസിഗ്നേഷൻ കൊടുക്കുന്ന ആർക്കാണ്, അവർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയും ഈ ഇലക്ഷൻ കമ്മീഷന് കുറച്ച് ചുമതലകളുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താ, തിരഞ്ഞെടുപ്പിന് എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. അപ്പം ഇലക്ഷൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആരാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് മാത്രമല്ല പൊതു തിരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുക, അതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ തീയതി പ്രഖ്യാപിക്കുക, അതുപോലെ ചിഹ്നങ്ങൾ അനുവദിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുക, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക, അല്ലെങ്കിൽ മോഡൽ ഓഫ് കണ്ടക്ട് എന്ന് പറയും. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും. അപ്പം ഇലക്ഷൻ കമ്മീഷനിൽ വേറൊരു കാര്യം പറയുന്നുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലുള്ള വേറെ എന്ത് ചെയ്യുക,
നമ്മുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ഷന് നടത്തിപ്പിനായിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും എന്ന് എവിടെ പറയുന്നുണ്ട്, നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട്. അത് ഓർത്തേക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും അതുപോലെ പരിശീലനവും ഒക്കെ നടത്തുന്ന ആരായിരിക്കും, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. പിന്നെ തിരഞ്ഞെടുപ്പ്, അതുപോലെ വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, ഇതെല്ലാം നടത്തുന്ന ആരാ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണേ. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കലെല്ലാം ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻസ് നോക്കി വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കാവേ. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ, സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഈ പേര് ഓർത്ത് വയ്ക്കണേ, സുകുമാർ സെൻ. അദ്ദേഹം നേപ്പാളിൻ്റെയും സുഡാനിൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അപ്പോൾ സുകുമാർ സെൻ ഇന്ത്യയുടെ മാത്രമല്ല നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. 1990 VS രമാദേവി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയത്. അവർ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന വ്യക്തിയും. അപ്പോൾ ആദ്യത്തെ വനിതയും ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന വ്യക്തിയാണ് VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ. അപ്പം TN ശേഷനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി. അത് ഓർത്ത് വയ്ക്കാം. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തി ആരാ, കല്യാണ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ. അപ്പോൾ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. അദ്ദേഹം തന്നെയായിരുന്നു നേപ്പാളിൻ്റെയും സുഡാനിൻ്റെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് VS രമാദേവി. VS രമാദേവി തന്നെയാണ് ഏറ്റവും കുറഞ്ഞ കാലയളവിലും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് തുടർന്നിരുന്നത്. അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യ മലയാളിയാണ് TN ശേഷൻ. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് തുടർന്ന വ്യക്തിയാണ് കല്യാണ സുന്ദരം. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ, ഗ്യാനേഷ് കുമാറാണ്. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടല്ലോ, സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ വിവേക് ജോഷിയും. ഇത്രയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ ആണോ, ക്ലിയർ ആണോ എല്ലാം? ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാതെ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1950 ജനുവരി 25 നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അപ്പോൾ അത് രൂപീകൃതമാകുന്ന സമയത്ത് എന്താണത്, ഒരു ഏകാംഗ കമ്മീഷനാണ്. പിന്നീട് 89 ഇലക്ഷന് സമയത്താണ് അത് എന്തിയാക്കുന്നത്, ഒരു മൾട്ടി മെമ്പർ ബോഡി അല്ലെങ്കിൽ ഒരു ബഹു അംഗ ബോഡിയാക്കി മാറ്റുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ഇലക്ഷന് ശേഷം അത് വീണ്ടും എന്താക്കി മാറ്റുന്നുണ്ട്, ഒരു സിംഗിൾ മെമ്പർ ബോഡി അല്ലെങ്കിൽ ഏകാംഗ കമ്മീഷനാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം 93 അത് വീണ്ടും എന്താക്കി മാറുന്നുണ്ട്, ഒരു ബഹു അംഗ കമ്മീഷനാക്കി മാറുന്നുണ്ട്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണ് എന്തിലുള്ളത്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുള്ളത്. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാനേഷ് കുമാറാണ്. അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണ്, സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ ഡോക്ടർ വിവേക് ജോഷിയാണ്. പിന്നെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ പ്രസിഡന്റാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിലൂടെ ആയിരിക്കണം ഇവരെ അപ്പോയിന്റ് ചെയ്യേണ്ടതെന്ന് എവിടെ പറയുന്നുണ്ട്, ഭരണഘടനയിൽ പറയുന്നുണ്ട്. അങ്ങനെ 2023 പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ നിലവിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള ഗ്യാനേഷ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ സെർച്ച് കമ്മിറ്റി ആരായിരിക്കണം ഹെഡ് ചെയ്തിരിക്കുന്നത്, ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡായിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി കുറച്ച് ആൾക്കാരുടെ പേര് നോമിനേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കും, നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് നമ്മുടെ അമിത്ഷായാണ് അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്ററാണ് ആ ഒരു സ്ഥാനം വെച്ചിരിക്കുന്നത്. അങ്ങനെ നെയിം നോമിനേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കുക, പ്രസിഡന്റ് കൊടുക്കുക. പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യും, പ്രസിഡന്റ് തിരഞ്ഞെടുക്കും. ഓക്കെ. പിന്നെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്യുന്നത് ആരാണ്, പ്രസിഡന്റ് ആണ് റിമൂവ് ചെയ്യുന്നത്. ആരെ റിമൂവ് ചെയ്യുന്ന പോലെ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പോലെയാണ് പ്രസിഡന്റ് ആരെ റിമൂവ് ചെയ്യുന്നത്, നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിമൂവ് ചെയ്യുന്നത്. മറ്റ് കമ്മീഷണർമാരെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാ, പ്രസിഡന്റ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചർച്ച ചെയ്തിട്ടായിരിക്കും ബാക്കി 2 ആൾക്കാരെ റിമൂവ് ചെയ്യുക. പിന്നെ ഇവർ റെസിഗ്നേഷൻ കൊടുക്കുന്നതും പ്രസിഡന്റിനാണ്. പിന്നെന്താ അതിലുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് മൊത്തം ഇതിലുള്ളത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ച പോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോലെ തന്നെ ഒരു ആർട്ടിക്കിളിലെ ഇതിലാണ് എന്തും പറയുന്നത്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 243 കെയും 243 ZDയിലുമാണ്. 243 കെയിലാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. പക്ഷെ ഇത് ആർക്കുള്ള ഇലക്ഷൻസ് ആണ് നടത്തുന്നത്? പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസിനെ പറ്റിയിട്ടാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 243 കെയിൽ പറയുന്നത്. 243 ZDയിൽ പറയുന്നത് എന്താ? മുനിസിപ്പാലിറ്റിയിലിട്ടുള്ള ഇലക്ഷൻസിനെ പറ്റി. ഈ രണ്ട് ആർട്ടിക്കിളുമാണ് എന്തിനെ പറ്റി പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് ഈ രണ്ട് ആർട്ടിക്കിളിലാണ്. ഇത് രൂപീകൃതമായത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാ? 1993 ഡിസംബർ 3-നാണ് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. നമ്മളിനിപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമാണല്ലോ പൊളിറ്റിക്കലി എടുത്ത് നോക്കുന്നത്. അപ്പോൾ 1993 ഡിസംബർ 3-നാണ് നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഇത് ഏത് ഭാഗത്താണ് പറയുന്നത് വെച്ചാൽ പാർട്ട് 9. പാർട്ട് 9 നമ്മൾ പഞ്ചായത്തിൻ്റെ കാര്യവും 9A മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് വന്നത്? 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു 243 കെയും 243 ZDയും ആഡ് ചെയ്ത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 73-ആം അല്ലെങ്കിൽ 74-ആം 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്? ഭരണഘടനയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. വികാസ് ഭവൻ ആണ് എന്ത്? ഇതിൻ്റെ ആസ്ഥാനം, നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം. ഇവിടെ ആരൊക്കെയുണ്ട്? സാധാരണയായിട്ടും പറയുന്നത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അനവധി ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണ് എവിടെ ഉണ്ടാവുക? നമ്മുടെ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടാവുക. അത് ആർക്ക് തീരുമാനിക്കാം എത്ര ആൾക്കാരുള്ള ഉണ്ടാവണം എന്ന്? നമ്മുടെ ഗവർണർക്ക്. അപ്പോൾ മറ്റതിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രസിഡന്റ് തീരുമാനിക്കാം എന്ന് പറയുന്ന പോലെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആർക്ക് തീരുമാനിക്കാം? ഗവർണർക്ക് തീരുമാനിക്കാം. നിയമിക്കുന്ന ആരാ? ഗവർണറാ. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആരാ? ഗവർണർ. തിരിഞ്ഞു പോവരുത് രണ്ടും. ഓക്കെ, ഇനി കാലാവധി 5 വർഷം 65 വയസ്സ്. മറ്റതിൽ 6 വർഷം 65 വയസ്സാണ്. ഇതിലെത്രയാ? 5 വർഷം 65 വയസ്സാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉള്ളൂ. അത് ഓർത്ത് വെക്കണേ. നീക്കം ചെയ്യുന്നത് എങ്ങനെയാ? ഇവരെ നീക്കം ചെയ്യുന്ന ഗവർണറാണ്. ആരെ നീക്കം ചെയ്യുന്ന പോലെയാ? ഹൈക്കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്ന പോലെ. മറ്റടുത്ത് സുപ്രീം കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്ന പോലെയാണ്. ഇവിടെ ആരെ നീക്കം ചെയ്യുന്ന പോലെയാ? ഹൈക്കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്ന പോലെയാണ്. ഇവർക്കും എന്തില്ല? പുനർനിയമനം സാധ്യമല്ല. അതായത് അവർക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ മറ്റ് എന്ത് ചെയ്യാൻ പറ്റും? വേറെ മറ്റ് കക്ഷി ഇവർക്ക് എന്ത് ചെയ്യാം? പുനർനിയമനം സാധ്യമല്ല. അതായത് ആ ഒരു പൊസിഷനിൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് മറ്റ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും. എന്താ പറയുന്നത്? വിരമിച്ചതിന് ശേഷം മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കാം. നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അതിരുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അത് പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്മീഷൻ്റെ, അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു അംഗമായിരിക്കും ആര്? നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അത് ഓർത്ത് വയ്ക്കുക. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മുഖ്യ അംഗമായിരിക്കും ആര്? നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അതുപോലെ സംസ്ഥാന ഡീലിമിറ്റേഷൻ്റെ കമ്മീഷൻ്റെ ചെയർമാനും ആരായിരിക്കും? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മെമ്പറും അതുപോലെ സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനും ആരായിരിക്കും? നമ്മുടെ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. കേരളത്തിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് MSK രാമസ്വാമി. ഓർത്ത് വയ്ക്കുക, MSK രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ.
നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാ? എ ഷാജഹാൻ ആണ്. 7ാമത് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും ഇവിടെ, അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയും. ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാ? രത്തൻ ഖേൽക്കർ ആണ് എന്ത് ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിലുള്ളത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, റിസൈൻ അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കുന്ന ഗവർണർക്കാണ്, റിമൂവ് ചെയ്യുന്ന ഗവർണറാണ്. ആരെപ്പോലെ ഒരു ഹൈക്കോടതി ജഡ്ജിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് അതേ പ്രൊസീജിയറിൽ തന്നെയാണ് ആരെയും റിമൂവ് ചെയ്യുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യുന്നത്. കേരളത്തിൽ നിലവിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മറ്റ് ഒട്ടനവധി അംഗങ്ങൾ ആർക്ക് തീരുമാനിക്കാം? ഗവർണർക്ക് തീരുമാനിക്കാം, പക്ഷേ കേരളത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമ്മുടെ എ ഷാജഹാനാണ്. അത് ഓർത്ത് വയ്ക്കണേ. അത് പ്രീവിയസ് ഇയർ 2-3 തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യനിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. എത്ര പേരടങ്ങുന്നതെന്നാണ് പറയുന്നത്? 3 പേരടങ്ങുന്ന ഒരു സമിതിയാണെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താ അവർ ചോദിച്ചത്? തെറ്റായത് ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ നോക്കണം തെറ്റാണോ ശരിയാണോ ഏതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് തെറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 അംഗങ്ങളുള്ള ഒരു കമ്മീഷനാണെന്നല്ലേ പറഞ്ഞത്? ശരിയല്ലേ? ഇത് 3 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ? രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത്. ആണല്ലോ, രാഷ്ട്രപതിയല്ലേ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം അതും ശരിയാണ്. അപ്പം നമുക്ക് താഴെ നോക്കി പോവാം. 1 ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1 ശരിയാണെന്ന്, നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ വേണ്ടത്? അപ്പോൾ 1 ശരിയാണല്ലോ, അപ്പോൾ നമുക്ക് ഇത് വെട്ടാം, ഇതും വെട്ടാം. ഇനി 2 ശരിയാണ്, അപ്പം നമുക്കത് നോക്കണ്ട. പിന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം വേണം. നമ്മൾ എന്താ പഠിച്ചേ? നമ്മുടെ ബാക്കി ഉദ്യോഗസ്ഥരിൽ ഗവൺമെൻറ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനർത്ഥം എന്താ? അവിടെ എന്തില്ല, മതിയായിട്ടുള്ള ആളുകളില്ല എന്നാണ് അതിനർത്ഥം. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പം 3 എന്തായാലും തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറയുന്നുണ്ട് അല്ലേ? രാഷ്ട്രപതിയുടെ ആണ്, ഉപരാഷ്ട്രപതിയുടെ ആണ്, രാജ്യസഭ, ലോക്സഭ അത് പാർലമെന്റ്, അതുപോലെ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയുടെ ഇലക്ഷൻസ് നടത്തുന്ന ആരാ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇത് തെറ്റി. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, തെറ്റാണോ ശരിയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഉറപ്പായിട്ട് നോക്കിയിട്ട് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ശരിയായ പ്രസ്താവന എന്നാണ്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. 1993 ഡിസംബർ 3-ാം തീയതി നിലവിൽ വന്നു. അപ്പോൾ കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? 1993 ഡിസംബർ 3-ാം തീയതി അല്ലേ നിലവിൽ വന്നത്? അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് അല്ല എന്നുള്ളതൊക്കെ വെട്ടിക്കളയാവേ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് സി എന്നുള്ള ഓപ്ഷൻ വെട്ടിക്കളയാം, അതിൽ ഒന്നില്ല, ബാക്കിയുള്ളതിലെല്ലാം ഒന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് അല്ലേ? ആർട്ടിക്കിൾ 243Kയിലല്ലേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. 2 ശരിയാണ്, 2 ഇല്ലാത്ത വെട്ടിക്കളയാം. ഇനി അടുത്ത്: പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല അല്ലേ? കറക്റ്റ് അല്ലേ? പഞ്ചായത്തിൻ്റെ, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ ഇലക്ഷൻ നടത്തുന്ന ആരാ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ
അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ആണോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണോ അതിർത്തി നിർണ്ണയിക്കുക? അല്ല, അത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതലയാണ് അതിർത്തി നിർണ്ണയിക്കുക എന്നത്. അപ്പം അല്ലല്ലോ, അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് വെട്ടിക്കളയാം. പക്ഷെ നമുക്ക് 1, 2, 3 ശരിയാണെന്ന് കിട്ടുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടും. ഡി അത് ഓർത്ത് വെക്കണേ, ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. പക്ഷെ നമ്മൾ ആകെ പഠിച്ചൊരു ഫാക്ട് എന്താ? ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. അതുപോലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു അംഗമായിരിക്കും നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് പഠിച്ചത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് പഠിച്ചത്. അല്ലാതെ ഇത് നിർണ്ണയിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അത് ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? ഇവിടെയും ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എവിടേക്കുള്ള? തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ ഉൾപ്പെടുന്നതിനെയാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ ഉൾപ്പെടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവിടേക്കുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ശരിയല്ലേ? അപ്പോൾ 1 ശരിയാണ്. ഓപ്ഷൻ ബിയിൽ 1 ഇല്ല, അത് വെട്ടിക്കളയാം. ഇനി രണ്ടാമത്തെ, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആണോ? സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആർക്കതാണ് നമ്മൾ പഠിച്ചത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. തിരിഞ്ഞു പോരുത് കേട്ടോ. അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാണ് എന്ത്? സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻസ് നടത്തുക എന്നുള്ളത്. അപ്പം അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് വെട്ടിക്കളയാം. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ഓപ്ഷൻ സി ശരിയായി. ഇപ്പം നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരമാണ് ഉള്ളത്. ആണല്ലോ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ്? സ്വതന്ത്ര അധികാരമാണ് ഉള്ളത്. അപ്പോൾ 1, 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതുപോലെ ഈ കാര്യങ്ങൾ, സംസ്ഥാന നിയമസഭകളുടെ ഇലക്ഷൻ നടത്തുന്നത് എന്താ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെന്നൊക്കെ പറയാം. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, താങ്ക് യു.